കൃഷ്ണ, ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഏറ്റവും മര്യാദയുള്ളൊരു ഭാഷയാണ്. എന്നിട്ട് ഇംഗ്ലീഷുകാർക്കൊന്നും മര്യാദയില്ലല്ലോ. അവരല്ലേ നമ്മളെ കുറെ കാലം അടിമകളാക്കി വെച്ചത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. ഇംഗ്ലീഷിൽ എന്ത് സംസാരിക്കുമ്പോഴും മര്യാദയുടെ ചില വാക്കുകൾ അതിന്റെ ഒപ്പം ചേർക്കണം. ഉദാഹരണത്തിന്, നമുക്കൊരാളോട് പേര് ചോദിക്കണമെന്ന് വെക്ക്. എങ്ങനെ ചോദിക്കും? അതൊക്കെ ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ നെയിം? അങ്ങനെ ചോദിക്കാം. പക്ഷേ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നവര് ചോദിക്കുന്നത് വേറൊരു രീതിയിലാ, അല്പം വിനയത്തോടെ. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഗുഡ് നെയിം എന്ന് വെച്ചാ നല്ല പേരെന്നല്ലേ? അയാളുടെ പേര് വീരപ്പൻ എന്നാണെങ്കിലോ? കൃഷ്ണ ഒന്ന് പറഞ്ഞു നോക്ക്. യുവർ ഗുഡ് നെയിം പ്ലീസ്. യുവർ ഗുഡ് നെയിം പ്ലീസ്. ബെറ്റർ ആക്കണം. പിന്നെ എവിടുന്നെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ എന്താ ചോദിക്കുന്നതെന്നറിയോ? അതിനെന്താ പറയുന്നത്? ഇത് ഞാൻ എടുത്തോട്ടെ എന്ന്. നോ, ക്യാൻ ഐ ടേക്ക് ദിസ് എന്നാണ് ചോദിക്കേണ്ടത്. ക്യാൻ ഐ ടേക്ക് ദിസ്. പിന്നെ ഇതൊക്കെ പൊതുവെയുള്ള കാര്യങ്ങളാ. ചിലപ്പോ നമുക്ക് ചില ഫംഗ്ഷൻസിനൊക്കെ പോയേണ്ടി വരും. ഉദാഹരണത്തിന്, ഒരാളുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കുക. അവിടെ ചെല്ലുമ്പോ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറയണം. അതൊക്കെ ഞങ്ങളുടെ നാട്ടിലെ പിള്ളേര് പോലും പറയുന്നതാ. ഓക്കെ, എങ്കിൽ ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങള് സ്റ്റൈലായിട്ടൊന്ന് തിരിച്ചു പറഞ്ഞേ. അതെ, ഈ സായിപ്പന്മാര് സംസാരിക്കുന്നതൊക്കെ ഞാൻ നമ്മുടെ പഴശ്ശിരാജ സിനിമയിൽ കണ്ടിട്ടുണ്ട്. യുവർ ഗുഡ് നെയിം പ്ലീസ്. ക്യാൻ ഐ ടേക്ക് ദിസ്? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ.